ട്രെയിനിൽ ലോക്കോ പൈലറ്റ് ഇരുന്ന സ്ഥലത്ത് ബാത്റൂം ഉണ്ടോ? അപ്പോൾ എങ്ങനെയാ ലോക്കോ പൈലറ്റ് ഒക്കെ ബാത്റൂമിൽ പോകുന്നത്? ട്രെയിനെ സംബന്ധിച്ച് ഇത്തരം ഒരുപാട് കൗതുകരമായ ചോദ്യങ്ങൾ നമുക്കുണ്ട്. ബസ് യാത്രയേക്കാൾ വളരെ വളരെ സൗകര്യം ട്രെയിൻ യാത്ര തന്നെയാണ്. പക്ഷെ ആകെ ഉള്ള തലവേദന എന്ന് പറയുന്നത് ട്രെയിനിലെ ശുചിമുറിയിൽ എങ്ങനെ കയറും എന്നുള്ളതാണ്. എല്ലാ ബോഗിയിലും ബാത്റൂം ഉണ്ടെങ്കിലും നമ്മൾ ആരും അതിൽ കയറാൻ പോകില്ല. ഗതി കെട്ടാൽ മാത്രം പോകുന്ന ഒരു പ്രത്യേക സ്ഥലമാണ് ഇന്ത്യൻ റെയിൽവേയുടെ ബാത്റൂം. കേരളത്തിന് അകത്ത് മാത്രമുള്ള ട്രെയിനുകളാണെങ്കിൽ കുറച്ച് സമാധാനത്തോടെ ബാത്റൂമിൽ കയറാനാകും. ബാക്കിയുള്ള ട്രെയിനുകളിലെ ബാത്റൂം എന്ന് കേട്ടാൽ നമ്മുടെ ബോധം പോകും. ഇതിനിടയിൽ ഈ ലോക്കോ പൈലറ്റ് എങ്ങനെ ബാത്റൂമിൽ പോകുമെന്ന ചിന്ത പലപ്പോഴും നമ്മുടെ ഉള്ളിൽ വരാറുണ്ട്. എന്നാൽ അതിന് കൃത്യമായുള്ള ഉത്തരമുണ്ട്. ലോക്കോ പൈലറ്റുമാർ എപ്പോഴും അതത് സ്റ്റേഷനുകളിൽ റീഫ്രഷ് ചെയ്തതിനു ശേഷമാണ് ഡ്യൂട്ടിക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് അവർ പാലിക്കേണ്ട നിബന്ധനയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് 2 മുതൽ 3 മണിക്കൂർ വരെ ടോയ്ലറ്റ് ഉപയോഗിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നില്ല. ഈ പതിവ് റെയിൽവേ പ്രോട്ടോകോളിന്റെ ഭാഗമാണെന്നാണ് ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം ലോക്കോ പൈലറ്റുമാർക്ക് ഏതെങ്കിലും അത്യാവശ്യം വന്നാൽ അവർ കൺട്രോൾ റൂമിൽ അറിയിക്കും. തുടർന്ന് അടുത്ത സ്റ്റേഷനിൽ ട്രെയിനിനായി പ്രത്യേക സ്റ്റോപ്പ് അനുവദിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ഇത്തരം സാഹചര്യങ്ങൾ അപൂർവമാണ്. എന്നാൽ രാജധാനി ഗരീബ് രഥ് പോലുള്ള ദീർഘദൂര സർവീസ് നടത്തുന്ന ട്രെയിനുകൾക്ക് പ്രത്യേക ക്രമീകരണങ്ങൾ നടത്താറുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിന് മുൻപായി ലോക്കോ പൈലറ്റുമാർ കൺട്രോൾ റൂമിൽ നിന്ന് അനുമതി നിർബന്ധമായി വാങ്ങിയിരിക്കണം.